ഇന്ന് നമുക്കൊരു ചിക്കൻ കുറുമ പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 1 കിലോയ്ക്ക് മുകളിലുള്ള ഒരു ചിക്കനാണ് ഇത്. നമുക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വരാം. ക്ലീൻ ചെയ്ത ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ഉപ്പും മഞ്ഞളിൻ്റെ പൊടി, കുറച്ച് മുളക് പൊടിയും ചേർത്ത് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാം. ചിക്കൻ അങ്ങനെയോ അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് 2 സബോള 2 തക്കാളിക്ക ഒക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വരണം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്ക് 2 പച്ചമുളക്, ഒരു ഗ്രേവിക്കുള്ള അരപ്പ് പ്രിപ്പയർ ചെയ്യുകയാണ്. 2 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വരാം. സ്റ്റൗവിൽ ഒരു കടായി വെച്ച് നമ്മൾ സ്റ്റൗ ഓണാക്കി കൊടുക്കുന്നു. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയിലേക്ക് പെരുംജീരകം ചേർക്കുന്നു, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക ഇവ ചേർത്ത് കൊടുക്കുന്നു. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സബോള ചേർത്ത് കൊടുക്കുന്നു. കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നു. കറിവേപ്പില ചേർക്കുന്നു. ഉള്ളിയൊക്കെ നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോൾ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുന്നു. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിപ്പൊടി. അതിലേക്ക് നമ്മൾ 2 തക്കാളിക്ക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നു. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുന്നു. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
1 കപ്പ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് ചിക്കൻ വെന്ത് വരുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കാം. മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ്, അതിലേക്ക് കശുകശ്, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചു വരാം. നമ്മൾ നട്ട്സ് സോക്ക് ചെയ്ത് വെച്ചിരുന്ന വെള്ളം ചേർത്ത് അരയ്ക്കുന്നു. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ തേങ്ങയും നട്ട്സും കൂടെ അരച്ചത് ചേർത്ത് കൊടുക്കുന്നു. ലോ ഫ്ലെയിമിലിട്ടാണ് ഇത് ചേർക്കുന്നത്. ചെറുതായിട്ടൊന്ന് ചൂട് കയറുമ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കും. ഇതിന്റെ ഉപ്പ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. ചെറിയ തിള വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുന്നു.